അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെയാണ്. നോമ്പും പെരുന്നാളിനും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ട സാധനം മൈലാഞ്ചിയാണ്. ആ മൈലാഞ്ചിയുമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ രണ്ടാൾക്കാർ നിങ്ങൾക്ക് പരിചയമുള്ളവരാണ്. ഇത് അൻവർ എൻ്റെ ഫ്രണ്ടാണ്, ദെൻ സംന. ഇവരൊരു ഭയങ്കര പ്രേമക്കഥയൊക്കെ ഉണ്ട്, ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പൊ നമ്മൾക്ക് വേണ്ട ബിസിനസിന്റെ കഥ പറയാം. മൈലാഞ്ചിയാണ് കേട്ടോ, മൈലാഞ്ചി, ഹെയർ ഡൈ, അങ്ങനെയുള്ള സംഗതി. ഇത് റെഡ് തന്നെ. റെഡ് തന്നെ. ഇത് എന്തിനുള്ളതാ? അത് തലയിൽ തന്നെ ഇടണത്. ചുവന്ന കളറുള്ളത് റെഡ് പൗഡർ ആണ് അത്. ഇത് ബ്ലാക്ക് പൗഡർ. ഇത് നെയിൽ കോണ് നഖത്തുമിടാനായിട്ട് സെപ്പറേറ്റ് ഉണ്ട് അല്ലേ? നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ കൊണ്ടുപോയവരൊക്കെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ട് മേടിച്ചവരൊക്കെ നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് കുറെ പേര് ഓർഡർ ചെയ്തിരുന്നു. ഇൻഷാല്ലാ എപ്പോഴും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലയും കവർ ചെയ്ത് പോയി, ആ വീഡിയോ കവർ ചെയ്ത് പോയി. എന്നിട്ട് അവിടെ നിന്നൊക്കെ ഓർഡറുകളുണ്ട്, നമുക്ക് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ. അവിടുത്തെ ആ വീഡിയോ നമുക്ക് നല്ല സക്സസ് തന്നെ ആയിരുന്നു. ഇതിന്റെ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ചരിത്രം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അൻവറിന് ഇത്തിഹാദില് ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് അല്ലെ അബുദാബിയിൽ ജോലി ഉണ്ടായിരുന്നതാണ്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊറോണ വന്നിട്ട് അൻവറിന് ജോലി പോകുന്നത്. സാധാരണ നമ്മൾ കാണുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ വരും, ഡിപ്രഷൻ വരും, അങ്ങനെ ഇങ്ങനെ സംഗതികളൊക്കെ വരും. എല്ലാവർക്കും ഉണ്ടാകുന്ന വിഷമമൊക്കെ നിനക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇത്രക്ക് ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നതില് ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ജോലി സ്ഥലത്തും അല്ലാണ്ട്. അതിലൊരു ടോപ്പ് 10 ഹാർഡ് വർക്കിങ്ങിൽ വരുന്ന ആളാണ് അൻവർ. പിന്നെ എന്താണ് ഉള്ളത് മുഖത്തോക്കി പറയും. ഇവര് രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ലൈഫിനെ നേരിടുകയാണ്. ഇപ്പൊ അവര് ആ ലൈഫ് വീണ്ടും കരുപ്പിടിപ്പിക്കുന്നത് ഇതിലൂടെയാണ്. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ കോണല്ലേ എന്ന് വിചാരിക്കേണ്ട, ഇതിലൂടെയാണ് നിങ്ങളുടെ അല്ലേ? ആ കഷ്ടപ്പാടും ഉണ്ട്, നല്ല കഷ്ടപ്പാടുണ്ട് നെയിൽ കോൺ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഇത് നെയിൽ കോൺ, ഇത് നെയിൽ കോൺ തന്നെ. ഇതിലാക്കിയേക്കണം, നകത്തുമ്പോ മാത്രം. ഇത് ഉള്ളിലിടണത് മൈലാഞ്ചി. ബ്രൈഡൽസ്. ഇതെന്താണ് അപ്പൊ? അത് തന്നെ ഗ്രാമ കൂടും. അത് 23 ഗ്രാം ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഭംഗിക്കുള്ള സ്പ്രേ ഹാൻഡ് കോൺ ഇട്ടിട്ട് നമ്മൾ സ്പ്രേ ചെയ്യും. ഉണങ്ങുമില്ലേ നമ്മ പഞ്ചസാര സീറോ ഒക്കെ ചേർത്ത് അതുപോലെ റോസ് വാട്ടർ പോലെ. പിന്നെ ഇത് ബാം, മൈലാഞ്ചി ഊരി കഴിഞ്ഞിട്ട് നമ്മ വെളിച്ചെണ്ണ ടച്ച് ചെയ്യും. വെള്ളം തൊടണേക്ക് മുമ്പ്. വെള്ളം തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കളർ അങ്ങോട്ട് പോകും. ഞാൻ ചെയ്യണം. ഭയങ്കര സന്തോഷത്തിലാണ് പറച്ചില്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അൻവറിൻ്റെതാണ് ഞാൻ തലയിൽ തേക്കാനുള്ള പൗഡറൊക്കെ കൊണ്ടുപോയത്. പക്ഷെ എനിക്കിപ്പോ വെച്ച് കഴിഞ്ഞാല് നരച്ചാലും കുഴപ്പമില്ല. ബഷീറിന്റെ പെങ്ങളെ നല്ല ഒരു കസ്റ്റമർ ഞങ്ങക്ക്. ബഷീറിന്റെ പെങ്ങള് സ്ഥിരം സാധനങ്ങൾ മേടിക്കാറുണ്ട്. അവിടെയുള്ള പരിസരത്തുള്ള ആൾക്കൊക്കെ ബഷീറിന്റെ പെങ്ങള് മേടിച്ചു കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഞാൻ തീരുമാനിച്ചത് ഞാൻ വൈറ്റ് ആയിട്ട് നടക്കുന്നത് ഇപ്പൊ തൽക്കാലം. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കറുപ്പിക്കണം തീരുമാനിക്കും. പക്ഷെ മുടി കറുപ്പിക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ് വെളുപ്പിക്കുന്നതും കറുപ്പിക്കുന്നതും. അപ്പൊ ഇനി കറുപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഇതെന്തൊക്കെയാ? ഇത് ബ്ലാക്ക് തന്നെ. ബ്ലാക്ക് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നോമ്പിന് സ്മെല് ചെയ്യാൻ പാടില്ല. ഇല്ല എന്നാലും മൈലാഞ്ചിയുടെ സ്മെല്ല് അല്ല. ഇപ്പൊ ഞാൻ എന്റെ മുടി കറുപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബ്ലാക്ക് ചെയ്താൽ മതി. ഇത് മാത്രം തേച്ചാൽ മതി. ഈ റെഡ് ഇട്ടിട്ട് പിന്നെ ഇൻഡിഗോ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു തരം കളറിൽ കിട്ടും. അത് ബ്ലാക്ക്. ചിലവർക്ക് ബ്ലാക്ക് ആവുന്നുണ്ട്, ചിലവർക്ക് കളർ വരാൻ പ്രയാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കെമിക്കൽ ഉപയോഗിക്കണവർക്ക് ഇൻഡിഗോ പൗഡർ ഇടുമ്പോൾ പെട്ടെന്ന് കളർ വരൂല, ബ്ലാക്ക് വരൂല. അത് യൂസ് ചെയ്യാത്തവർക്ക് ഇൻഡിഗോ പൗഡർ ഇട്ടാൽ ശരിക്കും ബ്ലാക്ക് വരുന്നുണ്ട്. അതിന് എന്നോട് പറഞ്ഞവരാണ് കേട്ടാ, ഇട്ടോര് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് ഇൻഡിഗോ പൗഡർ അല്ലേ? അപ്പൊ ഒന്നുകിൽ ഈ റെഡും ഇൻഡിഗോ പൗഡറും കൂടി വാങ്ങാം. ഇനി അതിനൊന്നും മെനക്കെടണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം. ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടത്? അത് ബൗളില് പൊടി എടുത്തിട്ട് വെള്ളം ചാലിച്ച് പേസ്റ്റ് പോലെ ആക്കാം. അരമുക്കാൽ മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ നല്ല. എത്ര ദിവസം നിൽക്കും? ഒരു മാസം നിൽക്കുന്നുണ്ട്. ഒരു മാസത്തിൽ കൂടുതൽ എന്തായാലും നിൽക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു പാക്കറ്റ് ഇപ്പൊ എന്റെ മുടിയൊക്കെ എന്തോരം ഉപയോഗിക്കാൻ പറ്റും? ഇതൊരു 3-4 പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ പാക്കറ്റിന് എന്ത് വില വരും, അതുപോലെ ഈ കോഡിന്റെ ഒക്കെ വില എന്താണ്, അതൊക്കെ സംന പറയും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സംന നഴ്സാണ് അല്ലേ? ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ പാലിയേറ്റീവില് കളമുറിയില്ല, തണലിൽ പോണുണ്ട്. അത് മറ്റേ ചാരിറ്റി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ
സംന ഇങ്ങനെ ചാരിറ്റബിൾ കാര്യങ്ങൾക്കും അങ്ങനെ നാട്ടിലെ പല കാര്യങ്ങൾക്കും ഓടി നടക്കുന്നതിന്റെ ഇടയിലും കൂടിയാണ്, വീട്ടുപണിയും അതിൻ്റെ ഒക്കെ ഇടയിലും കൂടിയാണ് ഈ ഒരു സംഗതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന എത്രയേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്നവരിൽ മുസ്ലിംസും ചില ഹിന്ദുക്കളും പെരുന്നാളിന് എന്തായാലും മൈലാഞ്ചി ഇടുന്നവരാണ് അല്ലെ. ഒരു വീട്ടിലോട്ട് തന്നെ ഒരു 10-12 കോണുകളൊക്കെ വേണ്ടി വരും. നിങ്ങളപ്പോ സംനയെ അൻവറിനെയും ആ ബിസിനസിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും പിന്നെ നല്ല പ്രോഡക്റ്റ് വേണമെന്നുള്ളവർക്കും ഈ സംഗതികൾ ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം. കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവർ നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരും, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി. കേരളത്തിന് പുറത്താണെങ്കിലോ വിടുന്നുണ്ട് അല്ലേ. അപ്പോൾ അൻവർ പറഞ്ഞതുപോലെ സംനയുടെ മൈലാഞ്ചി ഒരു പ്രാവശ്യം വാങ്ങിച്ചവര് പിന്നെയും സ്ഥിരം കസ്റ്റമേഴ്സ് ആകുന്നു എന്നുള്ളൊരു ഇതുണ്ട്. ഞാൻ ഈ വീഡിയോ രണ്ടാമത് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന ഇത്രയുമാണ്. കാരണം അവരുടെ ഒരു ബിസിനസ് അതിന് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ, എസ്പെഷ്യലി എണ്ണ പൗഡറിനൊക്കെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് 1000 കസ്റ്റമേഴ്സ് സ്ഥിരം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പ്രൊഡക്ഷനും അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അൻവർ എൻ്റെ കൂടെ ഞങ്ങളുടെ ഓഫീസിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നതാണ്. പെരുന്നാൾ പ്രമാണിച്ച ഓഫർ, നിങ്ങൾ 10 കോണ് വാങ്ങുകയാണെങ്കിൽ, എണ്ണ കോണ് വാങ്ങുകയാണെങ്കിൽ ഒരു കോൺ അവർ ഫ്രീ തരുന്നുണ്ട് നിങ്ങൾക്ക്. അതുപോലെ നിങ്ങൾ ഷോപ്പുകാരാണ്, ബ്യൂട്ടി പാർലറുകാരാണ്, നിങ്ങൾക്ക് ബൾക്കായിട്ട് സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവർ സ്ഥിരമായിട്ട് എത്തിച്ചു തരും. അപ്പോൾ അങ്ങനെ എത്തിച്ചു തരുമ്പോൾ നിങ്ങൾക്കും ഗുണമാണ്, അവർക്കും ഗുണമാണ്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് സാധനങ്ങൾ അയച്ചു തരും. ഈദ് മുബാറക് ഇപ്പോഴേ പറയുകയാണ്. നിങ്ങൾക്ക് സംനയ്ക്ക് എന്താ പറയാനുള്ളത് വീഡിയോ കാണുന്നവരോട്? എല്ലാരും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. നിങ്ങൾ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വലിയ ബിസിനസ്സായി മാറും. ഓക്കെ. എന്തായാലും ഞാൻ 1-2 കോൺസ് ഞാൻ എടുക്കുന്നുണ്ട് വീട്ടിലോട്ട് ആവശ്യമുള്ളത്. അതിന്റെ പൈസ വാങ്ങണം. ഇതിന്റെ പൈസ ഒക്കെ മേടിക്കണമെങ്കിൽ ഇത് കൈനീട്ടം അങ്ങനെ വിചാരിച്ചത്, ബാക്കിയുള്ളതൊക്കെ അവര് വാങ്ങിച്ചോളൂ. ഓക്കെ.